നമസ്കാരം. നമുക്കറിയാം, കേന്ദ്ര സർക്കാർ, അതായത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നയിക്കുന്ന NDA സർക്കാർ ഏത് നിമിഷവും വീണേക്കാവുന്ന സ്ഥിതിയാണ് എന്ന് കോൺഗ്രസ് അടക്കമുള്ള ഇന്ത്യ സഖ്യ നേതാക്കൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അതായത് നിതീഷ് കുമാർ, ചന്ദ്രബാബു നായിഡു, ഈ രണ്ടുപേരുടെ പിന്തുണയോടുകൂടിയാണ് നരേന്ദ്രമോദി സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ തുടരുന്നത്. ഇവർ ഏത് നിമിഷവും കാലുമാറാവുന്ന നേതാക്കളാണെന്ന് വരുത്തി തീർത്തുകൊണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള അനുഭവങ്ങൾ നേരത്തെ തന്നെ ഉണ്ട് എന്നതും യാഥാർത്ഥ്യമാണ്. അത്തരത്തിൽ ഒരു നിർണായക നീക്കം അതുമായി ബന്ധപ്പെട്ട്, അതായത് കേന്ദ്ര സർക്കാരിനെ പിന്തുണയ്ക്കുന്ന ഇവരിൽ രണ്ടുപേർ ഏതെങ്കിലും നിമിഷത്തിൽ പിന്തുണ പിൻവലിച്ചാൽ അത് ഏത് തരത്തിലായിരിക്കും നേരിടുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുവേണ്ടി ചില നീക്കങ്ങൾ ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചു എന്ന ചില സൂചനകളാണ് വരുന്നത്. അതോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കേണ്ടതാണ്, നിതീഷ് കുമാറിനെ ഇന്ത്യ മുന്നണിയിലേക്ക് സ്വീകരിച്ച്, അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇപ്പോൾ ലാലു പ്രസാദ് യാദവിൻ്റെ ഒരു പ്രതികരണം വന്നിരിക്കുകയാണ്. അതായത് നിതീഷ് കുമാർ ഇന്ത്യ മുന്നണിയിലേക്ക് തിരികെ വരണം എന്നാണ് ലാലു പ്രസാദ് യാദവ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ NDA സർക്കാർ, പ്രധാനമന്ത്രി നയിക്കുന്ന NDA സർക്കാർ അത് ഒരു പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോകും. ഇത് മുൻകൂട്ടി കണ്ടിട്ടാവണം എന്ന തരത്തിലാണ് ഇപ്പോൾ നമ്മുടെ മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ ഗവർണറായി ബീഹാറിലേക്ക് പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അയച്ചത് എന്ന തരത്തിലുള്ള സൂചനകൾ വരുന്നു. അതായത് നിതീഷ് കുമാറിന് ആ രീതിയിൽ ഒരു ചാഞ്ചാട്ടം ഉണ്ടാവുകയാണെങ്കിൽ കൃത്യമായി ഇടപെടാൻ പ്രധാനമന്ത്രിയുടെ ഒരു വിശ്വസ്തനായി, അല്ലെങ്കിൽ ദൂതനായിട്ടാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ബീഹാറിലേക്ക് എത്തിയതെന്ന സൂചനകളാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ കൃത്യമായി നീക്കങ്ങൾ, അതായത് ലാലു പ്രസാദ് യാദവിൻ്റെ ഈ ഒരു സ്വാഗതം ചെയ്യൽ, അതോടൊപ്പം നിതീഷ് കുമാറിൻ്റെ മനംമാറ്റം ഏതെങ്കിലും തരത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ അവിടെ കൃത്യമായി രാഷ്ട്രീയപരമായി ഇടപെടാൻ ആരിഫ് മുഹമ്മദ് ഖാനെ നിയോഗിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു രഹസ്യപരമായ അല്ലെങ്കിൽ രഹസ്യാത്മകമായ നീക്കം പ്രധാനമന്ത്രി നടത്തിയിരിക്കുന്നു. അതിലൂടെയാണ് ഇപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ നേരെ കേരളത്തിൽ നിന്നും നേരെ ബീഹാറിലേക്ക് എത്തിയതെന്ന ചില സൂചനകൾ പുറത്തേക്ക് വരികയാണ്. എന്തായാലും രാഷ്ട്രീയത്തിൽ ചാണക്യനായ അമിത്ഷയും ഈ ഒരു തീരുമാനത്തിന് പിന്നിലുണ്ട് എന്നാണ് ചില സൂചനകൾ വരുന്നത്. എന്തായാലും നിതീഷ് കുമാറിനെ അത്രത്തോളം വിശ്വസിക്കാൻ ആവില്ല. കാരണം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കാലുമാറ്റത്തിൽ ഡോക്ടറേറ്റ് എടുത്ത ആളാണ് നിതീഷ് കുമാർ. ഏത് നിമിഷവും എങ്ങോട്ട് വേണമെങ്കിലും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം മാറാം. അത്തരത്തിലുള്ള മുൻ യാഥാർത്ഥ്യങ്ങൾ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ മോദി അല്ലെങ്കിൽ അമിത്ഷാ സഖ്യം, NDA സഖ്യം ഇവരുടെ നേതൃത്വത്തിൽ കരുതലോടെയാണ് നീങ്ങുന്നത്. എന്തായാലും ആരിഫ് മുഹമ്മദ് ഖാനെ അവിടെ നിയോഗിച്ചതിലൂടെ വലിയ ലക്ഷ്യങ്ങൾ പ്രധാനമന്ത്രിക്ക് ഉണ്ട് എന്ന സൂചനകളാണ് വരുന്നത്. അതോടൊപ്പം ആരിഫ് മുഹമ്മദ് ഖാനും നിതീഷ് കുമാറും ഒരു കാലഘട്ടത്തിൽ ജനതാദൾ പ്രവർത്തിച്ചിരുന്നു. ഒരു വളരെയേറെ സൗഹൃദപരമായ ഒരു ബന്ധമാണ് അവർക്കിടയിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ തന്നെ ഉപയോഗിക്കാം. ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ തനിക്ക് അത് ഉപകാരപ്പെടും എന്ന രീതിയിലാണ് ഇപ്പോൾ ഈ ഒരു നിയമനം നടന്നിരിക്കുന്നത് എന്ന സൂചനകളാണ് വരുന്നത്. കേരളത്തിൽ നിന്നും ആരിഫ് മുഹമ്മദ് ഖാൻ പോയതോടുകൂടി ഇവിടെയുള്ള CPM അണികൾ, പ്രത്യേകിച്ച് പിണറായി ഭക്തരായ ആളുകൾ വളരെ ആഹ്ലാദത്തിലാണ്. എന്നാൽ പ്രധാനമന്ത്രിയുടെ നീക്കം ഒരു രാഷ്ട്രീയ സാഹചര്യം വരികയാണെങ്കിൽ അതിന് തടയിടാനാണ് എന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ.